നമസ്കാരം. ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 31, 2025 വെള്ളി. ഇന്ന് ഒത്തിരിയേറെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവൻറ്റുകൾ നടക്കാനിരിക്കുന്നു. റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ഗൂഗിളുമായിട്ട് പുതിയ കരാറിൽ ഏർപ്പെടുകയുണ്ടായി. അതുകൂടാതെ പ്രധാനപ്പെട്ട കമ്പനികളുടെ ക്വാർട്ടർ 2 ഏർണിംഗ്സ് തുടങ്ങി പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ വിശദമായി തന്നെ ചർച്ച ചെയ്യാം. ഇന്നലെ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് നടപ്പിലാക്കിയെങ്കിലും തുടർന്ന് ഫെഡ് ചെയർമാന്റെ ഭാഗത്ത് നിന്ന് വന്ന ഡോവിഷ് കമന്ററിയെ തുടർന്ന് ഗ്ലോബൽ മാർക്കറ്റിനും ഇന്ത്യൻ മാർക്കറ്റിനും നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയുണ്ടായി. ഇന്നലെയും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിലെ സെല്ലിംഗ് വർദ്ധിപ്പിക്കുകയാണ് ഉണ്ടായത്. തൽഫലമായി 3077.59 കോടി രൂപയ്ക്ക് സെല്ലിംഗ് നടത്തിയപ്പോൾ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 2469.34 കോടി രൂപയ്ക്ക് ബൈയിങ് തുടരുകയാണ് ഉണ്ടായത്. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെ എക്സ്പേർട്ടുകളുടെ അഭിപ്രായ പ്രകാരം 26,000 എന്ന കീ ലെവലിന് താഴെയായിട്ട് നിഫ്റ്റി നിലനിൽക്കുന്നിടത്തോളം കൺസോളിഡേഷനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവുകയില്ല. അതേസമയം ഇന്ന് നിഫ്റ്റിയിൽ ഒരു ഫോൾ ഉണ്ടാവുകയാണെങ്കിൽ 25,800 എന്ന ലെവൽ ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ടും തുടർന്ന് 25,700 എന്ന ലെവൽ കീ സപ്പോർട്ടുമായിട്ട് മാറിയേക്കാം. അതേസമയം 25,500 എന്ന ലെവൽ സൈക്കോളജിക്കൽ മാത്രമല്ല, നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ക്രൂഷ്യൽ സപ്പോർട്ട് ലെവൽ കൂടിയാണ്. ഈ ലെവൽ നിഫ്റ്റി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സെല്ലിംഗ് പ്രഷറും അനുഭവപ്പെട്ടേക്കാം. എന്നാൽ അതേസമയം ഇന്ന് നിഫ്റ്റിക്ക് 26,000 എന്ന ലെവൽ അതിശക്തമായി മറികടക്കുവാൻ സാധിച്ചെങ്കിൽ മാത്രമേ 26,100 തുടർന്ന് നിലവിലെ റെക്കോർഡ് ഹൈയിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണം സാധ്യമാവുകയുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പേർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയുണ്ടായത്. മാരുതി സുസുക്കി ഇന്ത്യ, ശ്രീറാം ഫൈനാൻസ്, ഗെയിൽ ഇന്ത്യ, വേദാന്ത, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ തുടങ്ങി ഒത്തിരിയേറെ പ്രധാനപ്പെട്ട കമ്പനികൾ അവയുടെ ക്വാർട്ടർ 2 ഏർണിംഗ്സ് ഇന്ന് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി ലൈനപ്പ് ചെയ്തിട്ടുണ്ട്. റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് അതിന്റെ അനുബന്ധ സ്ഥാപനമായ റിലയൻസ് ഇന്റലിജൻസ് ലിമിറ്റഡ് വഴി ഗൂഗിളുമായി സഹകരിച്ച് 18നും 25 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഉപഭോക്താക്കൾക്ക് 18 മാസത്തേക്ക് 35,000 രൂപ വരെ വിലയുള്ള ഗൂഗിളിന്റെ ജെമിനി പ്രോ AI സേവനം സൗജന്യമായി കൊടുക്കുന്നു എന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ ഡോക്ടർ റെഡ്ഡീസ് ADR നേട്ടത്തോടുകൂടിയും വിപ്രോ ADR ഫ്ലാറ്റ് ആയിട്ടും വ്യാപാരം അവസാനിപ്പിച്ചപ്പോൾ ബാക്കി എല്ലാ ADR സ്റ്റോക്സുകൾക്കും നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. ഇൻഫോസിസ് ADRന് 2% നഷ്ടം നേരിട്ടുകൊണ്ട് ടോപ്പ് ലൂസറായിട്ട് മാറി. ഇന്നത്തെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകളിലേക്ക് വരുമ്പോൾ ഒത്തിരിയേറെ ഗ്ലോബൽ ഇവന്റുകൾ ഇന്ന് ലൈനപ്പ് ചെയ്തിട്ടുണ്ട്. രാവിലെ 7 മണിയോടുകൂടി ചൈനയിൽ നിന്നും ഒക്ടോബർ മാസത്തെ NBS മാനുഫാക്ചറിംഗ് PMI റിലീസ് ചെയ്യുന്നുണ്ട്. ഉച്ചതിരിഞ്ഞ് 1:15 ഫ്രാൻസിൽ നിന്നും ഒക്ടോബർ മാസത്തെ ഇൻഫ്ലേഷൻ റേറ്റ് റിലീസ് ചെയ്യപ്പെടും. വൈകുന്നേരം 3:30 ഇറ്റലിയിൽ നിന്നും ഒക്ടോബർ മാസത്തെ ഇൻഫ്ലേഷൻ ഡാറ്റ റിലീസ് ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ യൂറോപ്പിൽ നിന്നും ഒക്ടോബർ മാസത്തെ ഇൻഫ്ലേഷൻ റേറ്റ് ഫ്ലാഷ് ഇയറോണിയറും റിലീസ് ചെയ്യപ്പെടും. വൈകുന്നേരം നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം 6 മണിയോടുകൂടി US നിന്നും സെപ്റ്റംബർ മാസത്തെ കോർ PCE പ്രൈസ് ഇൻഡെക്സ്, പേഴ്സണൽ ഇൻകം മന്ത് ഓൺ മന്ത്, പേഴ്സണൽ സ്പെൻഡിംഗ് മന്ത് ഓൺ മന്ത് സെപ്റ്റംബർ മാസത്തെ റിലീസ് ചെയ്യപ്പെടും. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. ഇന്നലെ US മാർക്കറ്റിൽ ഫെഡ് ചെയർമാന്റെ ഡോവിഷായ കമന്റിനെ തുടർന്നും മാത്രമല്ല ഇന്നലെ മെറ്റാ സ്റ്റോക്കില് 3 വർഷത്തെ ഏറ്റവും വലിയ ഇടിവാണ് കാണാനിടയായത്, 12.1%. കൂടാതെ മൈക്രോസോഫ്റ്റും 2.3% ഇടിവ് രേഖപ്പെടുത്തി. ഇതിനുണ്ടായ കാരണം കമ്പനികളുടെ AI സ്പെൻഡിങ് വർദ്ധിക്കുന്നു എന്നുള്ള ആശങ്ക നിലനിൽക്കുന്നതിനാൽ തന്നെയാണ്. ഈ 2 കാരണങ്ങളെയും തുടർന്ന് തുടർച്ചയായി 4 ട്രേഡിംഗ് സെക്ഷനിലായിട്ട് പുതിയ റെക്കോർഡ് ഹൈകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്ന US മാർക്കറ്റിന് നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയുണ്ടായി. എങ്കിലും ഡോ ജോൺസ് ഫ്യൂച്ചർ നിലവിൽ 57 പോയിന്റുകളുടെ നേട്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റ് നേട്ടത്തോടുകൂടിയും ഫ്രാൻസ്, ജർമ്മൻ മാർക്കറ്റുകൾ നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. ഇന്ന് വെളുപ്പിനെ ക്ലോസായ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ നിലവിലെ ഇൻഡിക്കേഷൻ പ്രകാരം സ്ലൈറ്റ്ലി പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിൽ ജപ്പാൻ മാർക്കറ്റ് 1% നേട്ടത്തോടു കൂടിയും കൊറിയൻ മാർക്കറ്റ് അതേ സമയത്ത് നേരിയ നഷ്ടത്തോടു കൂടിയിട്ടുമാണ് ഇന്ന് വ്യാപാരം ആരംഭിച്ചിട്ടുള്ളത്. ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ 0.5% ഇടിവാണ് നിലവിൽ കാണുവാനായിട്ട് സാധിക്കുക. അതേസമയത്ത് ഗോൾഡിന്റെ വില വീണ്ടും ഉയർന്ന് $4,031 എത്തിച്ചേർന്നു. ഇനി നമുക്ക് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും
പൂർണ്ണമായും ടെക്നിക്കൽസിലേക്ക് സ്പെസിഫിക് ആയിട്ട് പ്രവേശിക്കാം. നിഫ്റ്റിയുടെ PCR 0.6 എന്ന നിലയിലേക്ക് ഇന്നലത്തെ കോളോടുകൂടി എത്തിച്ചേരുകയുണ്ടായി. മാക്സ് പെയിൻ 25,950 എന്ന ലെവലിലും ഇന്നലെ ഉണ്ടായ ഫോളിനെ തുടർന്ന് ബെയറിഷ് ക്യാൻഡിലാണ് നിഫ്റ്റിയുടെ ഡെയിലി ടൈം ഫ്രെയിമിൽ നിന്നും കാണുവാനായിട്ട് സാധിക്കുക. മാത്രമല്ല നിഫ്റ്റിക്ക് അതിൻ്റെ എല്ലാ ഷോർട്ട് മിഡ് ടൈം ലോങ് ടൈം മൂവിംഗ് ആവറേജുകളുടെ മുകളിലായിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചപ്പോൾ നിഫ്റ്റി അതിന്റെ 5-ഡേ EMAയുടെ താഴേക്ക് പതിക്കുകയുമുണ്ടായി. മാത്രമല്ല RSIയും ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 64.14 എന്ന ലെവലിലേക്കും എത്തിച്ചേർന്നു. വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലേക്ക് 26,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നത്. അതേ സ്ട്രൈക്കിലായിട്ടാണ് ഏറ്റവും കൂടുതൽ റൈറ്റിംഗും നിലവിൽ കാണുവാനായിട്ട് സാധിക്കുക. പുട്ട് സൈഡിലേക്ക് 25,500 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 25,600 എന്ന സ്ട്രൈക്കിലായിട്ടാണ് ഏറ്റവും കൂടുതൽ റൈറ്റിംഗ് നിലവിൽ കാണുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ PCR 0.1 എന്ന നിലയിലേക്കും മാക്സ് പെയിൻ 58,000 എന്ന ലെവലിലേക്കും എത്തിച്ചേരുകയുണ്ടായി. ഹയർ ലെവൽസിലുള്ള സെല്ലിംഗ് പ്രഷറിനെ സൂചിപ്പിച്ചുകൊണ്ട് അപ്പ് ഷാഡോയോട് കൂടിയിട്ടുള്ള ബെയറിഷ് ക്യാൻഡിൽ സ്റ്റിക് പാറ്റേൺ ആണ് ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിൽ നിന്നും കാണുവാനായിട്ട് സാധിക്കുക. മാത്രമല്ല ഇന്നലെ ബാങ്ക് നിഫ്റ്റിയിൽ ഫോൾ ഉണ്ടായെങ്കിൽ കൂടിയിട്ടും എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെ മുകളിലായിട്ട് വ്യാപാരം അവസാനിപ്പിച്ച് നിലകൊള്ളുവാനുമായി എങ്കിലും RSI 66.98 എന്ന ലെവലിലേക്കും എത്തിച്ചേർന്നു. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 57,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 60,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ റൈറ്റിംഗ് കാണുന്നത്. അതേസമയം 58,000 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 57,800 എന്ന സ്ട്രൈക്കിലായിട്ടാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുക. ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ITC പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ ക്വാർട്ടർ ടു ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. പ്രോഫിറ്റിൽ 2% വളർച്ച രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂ 3.4% ഇടിവാണ് രേഖപ്പെടുത്തുകയുണ്ടായത്. ദാബ ഇന്ത്യ പ്രോഫിറ്റിൽ 6.5% വളർച്ച രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവിൽ 5.4% ഉയർച്ചയും രേഖപ്പെടുത്തി. സ്വിഗ്ഗി കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ 626 കോടി രൂപയായിരുന്ന കമ്പനിയുടെ ലോസ് വർദ്ധിച്ചുകൊണ്ട് 1,092 കോടി രൂപയായി ഇത്തവണ റിപ്പോർട്ട് ചെയ്തു. അതേസമയം റവന്യൂവില് 54.4% വളർച്ചയും രേഖപ്പെടുത്തി. ബന്ധൻ ബാങ്ക് പ്രോഫിറ്റിൽ 88% ഇടിവാണ് രേഖപ്പെടുത്തുകയുണ്ടായത്. ഇൻട്രസ്റ്റ് ഇൻകത്തിലും 11.8% ഇടിവ് രേഖപ്പെടുത്തി. യുണൈറ്റഡ് സ്പിരിറ്റ്സ് പ്രോഫിറ്റിൽ 36.1% ഉയർച്ച രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവിൽ 11.6% ഉയർച്ചയും രേഖപ്പെടുത്തി. നവീൻ ഫ്ലോറൈൻ ഇന്റർനാഷണൽ പ്രോഫിറ്റിൽ 152.2% ഉയർച്ച രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവിൽ 46.3% വളർച്ചയും രേഖപ്പെടുത്തി. ലോധ ഡെവലപ്പേഴ്സ് പ്രോഫിറ്റിൽ 86% ഉയർച്ച രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവില് 44.7% വളർച്ചയും രേഖപ്പെടുത്തുകയുണ്ടായി. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.